നമസ്കാരം. എക്കണോമിക്സിൻ്റെ പഞ്ചവത്സര പദ്ധതികളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. ഇനി നമ്മൾ അവിടെ പഠിച്ചു നിർത്തിയ നീതി ആയോഗിനെ കുറിച്ചിട്ടാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. PSC ടേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീതി ആയോഗ് 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നമ്മുടെ നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗ് എന്നാണ് വന്നത് 2015 ജനുവരി 1 മുതൽ. PSC കുറേ റിപ്പീറ്റായിട്ട് ചോദിച്ചുള്ളൊരു കാര്യമാണ്. എന്തിനു പകരമായിട്ട്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്ന പുതിയ സംവിധാനമാണ് നമ്മുടെ നീതി ആയോഗ് എന്ന് പറയുന്നത്. DG അജയ് ചിബ്ബറിൻ്റെ ശുപാർശ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വരുന്നത്. ആരുടെ ശുപാർശ പ്രകാരം? DG അജയ് ചിബ്ബറിൻ്റെ. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ടുള്ള കാര്യമല്ല, പാർലമെന്റ് കൂടിയിട്ട് അതിൽ ഉണ്ടായൊരു സമിതിയാണ് നമ്മുടെ നീതി ആയോഗ് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷനും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങിയ ഉപദേശ സമിതിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. എന്താണ്? പ്രധാനമന്ത്രി ഉണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ട്, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ട് അടങ്ങിയ ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അരവിന്ദ് പനാഗരിയ. അനവന്ത് പനാഗരിയ. അരവിന്ദ് പനാഗരിയയുടെ ഒരു പുസ്തകമാണ് ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. ഇന്ത്യ ദ എമർജിംഗ് ജയന്റ് എന്ന പുസ്തകം ആരുടെയാണ്? അരവിന്ദ് പനാഗരിയുടേതാണ്. നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? അശോക് കുമാർ ലാഹിരി. ഇനി ചിലപ്പോൾ നിങ്ങളിപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇത് 2026 കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ ഉൾപ്പെടുത്തിയതാണ് ഞാൻ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO ആരാണ്? സിന്ധു സി ഗുള്ളറാണ്. സിന്ധു ശ്രീ ഗുള്ളറാണ് CEO. ആദ്യത്തെ നീതി ആയോഗ് നിലവിൽ വരുമ്പോൾ CEO വരുന്നത്. നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? നിധി ചിബ്ബറാണ് ഇപ്പോഴത്തെ CEO എന്ന് പറയുന്നത്. അതും നിങ്ങളിപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതന്നെ പഠിച്ചു പോകരുത്. 2026 കാര്യമാണ് ഞാൻ പറയുന്നത്. 2026 കാര്യമാണ് പറയുന്നത്. നീതി ആയോഗിലെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ ആരൊക്കെ നോക്കാം. ശ്രീ രാജീവ് ഗൗബ ആരാണ്? മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. രാജീവ് ഗൗബ. അതേപോലെ തന്നെ പ്രൊഫസർ KV രാജു, സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം. പ്രൊഫസർ ഗോവർദ്ധൻ ദാസ്, വിദ്യാഭ്യാസ വിദഗ്ധനും അതേപോലെ തന്നെ ഇമ്മ്യൂണോളജിസ്റ്റുമാണ് കൂടി. പ്രൊഫസർ ഗോവർദ്ധൻ ദാസ്. പ്രൊഫസർ അഭയ് കരന്ദീക്കർ, അദ്ദേഹം വിദ്യാഭ്യാസ വിദഗ്ധനുമാണ്, ടെലികോം ടെക്നോക്രാറ്റും കൂടിയാണ്. അഭയ് കരന്ദീക്കർ. ഡോക്ടർ R സുബ്രഹ്മണ്യം, പബ്ലിക് പോളിസി വിദഗ്ധനാണ് അദ്ദേഹം. ഡോക്ടർ R ബാലസുബ്രഹ്മണ്യം. അടുത്താണ് ഡോക്ടർ M ശ്രീനിവാസ്, പബ്ലിക് ഹെൽത്ത് വിദഗ്ധനാണ് അദ്ദേഹം. ഡോക്ടർ ജെറോം അനിയ ഗവേഷക, പബ്ലിക് പോളിസി പ്രാക്ടീഷണറാണ്. ലാസ്റ്റായിട്ട് വന്നത് ഇവർ രണ്ടുപേരാണ്. അതേപോലെ ജെറോം അനിയയും അതേപോലെ തന്നെ ഡോക്ടർ സുബ്രഹ്മണ്യം ആണ് ലാസ്റ്റായിട്ട് ആഡ് ആയിട്ടുള്ളത്. നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെ നോക്കാം. രാജ്നാഥ് സിംഗ്, അതായത് ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ്. അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഹമന്ത്രി. ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഹമന്ത്രിയാണ് അമിത്ഷാ എന്ന് പറയുന്നത്. നിർമ്മല സീതാരാമൻ, കേന്ദ്ര ധനകാര്യ കോർപ്പറേറ്റ് കാര്യമന്ത്രി. നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്നത്? കേന്ദ്ര ധനകാര്യ കോർപ്പറേറ്റ് കാര്യമന്ത്രിയായിരുന്നു. അടുത്തത് ശിവരാജ് സിംഗ് ചൗഹാൻ, കൃഷിമന്ത്രിയാണ്. അതേപോലെ തന്നെ കർഷക ക്ഷേമ ഗ്രാമവികസന മന്ത്രിയും കൂടിയാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ. നീതി ആയോഗിന്റെ ഘടനാധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് 2015 ജനുവരി 1 വന്നതും ചെയർമാൻ ആരാണെന്ന്? നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ ആരാണ് നിയമിക്കുന്നത്? പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നത്. വൈസ് ചെയർപേഴ്സണ് പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നത്. ഗവേണിംഗ് കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്ര പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ജനറൽമാരും എന്നിവർ അടങ്ങുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ജനറൽമാരും ഇതിൽ അടങ്ങുന്നു. അതാണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. അടുത്തത് റീജിയണൽ കൗൺസിൽ.
പ്രധാനമന്ത്രിയുടെയോ അദ്ദേഹത്തിൻ്റെ നോമിനിയുടെയോ അധ്യക്ഷയിലായിരിക്കും ഈ കൗൺസിൽ വരുന്നത്. റീജിയണൽ കൗൺസിൽ എന്താണ്? പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനിയുടെയോ അധ്യക്ഷയിലായിരിക്കും ഈ കൗൺസിൽ വരുന്നത്. നേരത്തെ എന്താണ് ഗവർണിംഗ് കൗൺസിൽ? എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ജനറൽമാരും കൂടിയാണ് ഗവർണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ റീജിയണൽ കൗൺസിലിൽ ഉൾപ്പെടുന്നു. പ്രത്യേകത പ്രാദേശിക പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതിനാണ് റീജിയണൽ കൗൺസിലിൽ ചേരുന്നത്. ഹദോക് അംഗങ്ങൾ റൊട്ടേഷണൽ അടിസ്ഥാനത്തിൽ പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് എക്സ് ഒഫീഷ്യോ കപ്പാസിറ്റിയിലുള്ള 2 അംഗങ്ങൾ, അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഷോർട്ട് ടേം ആയിട്ട് അപ്പോയിൻമെന്റ് ചെയ്യുന്ന അംഗങ്ങളെയാണ് ഹദോക് അംഗങ്ങൾ എന്ന് പറയുന്നത്. എക്സ് ഒഫീഷ്യോ അംഗത്വം കേന്ദ്രമന്ത്രിമാരുടെ സമിതിയിൽ നിന്ന് പരമാവധി 4 പേരെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം മതി. എക്സ് ഒഫീഷ്യോ ആയിട്ടുള്ള അംഗത്വം എങ്ങനെയാണ്? പ്രധാനമന്ത്രി 4 പേരെ പറയും. അപ്പോൾ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, അതേപോലെ തന്നെ നിർമ്മല സീതാരാമൻ, അതേപോലെ നമ്മുടെ ചൗഹാൻ, ശിവരാജ് സിംഗ് ചൗഹാൻ. പ്രത്യേകത ക്ഷണിതാക്കളും ഉണ്ടാവും ഇതിൽ. വിദഗ്ധർ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന വിദഗ്ധ പരിജ്ഞാനമുള്ള വിദഗ്ധരാണ് ഉണ്ടാവുക. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്. ആരാണ്? CEO നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നീതി ആയോഗിൻ്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാര സ്ഥാപനം ഏതാണ്? ILERD ആണ്. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് നമ്മുടെ നീതി ആയോഗിൻ്റെ കീഴിൽ വരുന്ന മാനവ വിഭവശേഷി സ്ഥാപനം എന്ന് പറയുന്നത്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെ നോക്കാം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. എന്താണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, അതേപോലെ തന്നെ മധ്യവർഗത്തെ സുസ്ഥിരമായിട്ടുള്ളൊരു സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനങ്ങളിലൂടെ പുരോഗതിയിലെത്തിക്കുക. എന്താണ്? കാർഷിക മേഖലയിൽ മിശ്രമായിട്ടുള്ള കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അടുത്താണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളിലെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അടുത്താണ് ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുന്നത്. എന്താണ്? ആഗോള മാറ്റങ്ങളിൽ ഉണ്ടാകുമ്പോൾ വിപണി ശക്തിയിലുണ്ടാവും. നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യം എന്തുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നീതി ആയോഗിന്. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഏതാണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 എന്നത്. നീതി ആയോഗ് പുറത്തിറക്കിയ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇന്ത്യൻ ഇൻഡെക്സ് 2024-2025 ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഉത്തരാഖണ്ഡും ഉണ്ട്. ഇവർ 2 പേരാണ് സംയുക്തമായിട്ട് പങ്കിട്ടെടുത്തത്. ഇരു സംസ്ഥാനങ്ങളും 79 പോയിന്റ് വീതമാണ് നേടിയിട്ടാണ് ഈ നേട്ടം കൈവരിക്കുന്നത്. 79 പോയിന്റാണ് കേരളവും ഉത്തരാഖണ്ഡും ഷെയർ ചെയ്യുന്നത്. 2021 നീതി ആയോഗ് ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടകയാണ്. കർണാടകയാണ് നീതി ആയോഗിൻ്റെ ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സിലെ ഒന്നാമതെത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത്. 8ാമതെത്തിയത് അത് കേരളമാണ്. 8ാമതെത്തിയത് കേരളമാണ്. 2026 ആഗസ്റ്റിൽ നീതി ആയോഗ് പുറത്തിറക്കിയ എക്സ്പോർട്ട് പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സിൽ ഓവറോൾ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആരാണ്? മഹാരാഷ്ട്രയാണ് ഒന്നാമതെത്തിയതാണ്. എക്സ്പോർട്ട് പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സിൽ ഓവറോൾ റാങ്ക് നേടിയത് ആരാണ്? മഹാരാഷ്ട്രയാണ്. 2ാം സ്ഥാനം തമിഴ്നാടും 3ാം സ്ഥാനം ഗുജറാത്തും. കേരളം 19ാം സ്ഥാനത്താണ്. 2026 ഫെബ്രുവരി ജൂൺ കാലയളവിൽ പുറത്തുവിട്ട നീതി ആയോഗിൻ്റെ ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഡെൽറ്റ റാങ്കിൽ ഒന്നാമതെത്തിയ ബീഹാറിലെ പൂർണിയ ജില്ലയാണ്. ഏതാണ്? ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൽ 1ാം റാങ്ക് എത്തിയത് ബീഹാറിലെ പൂർണിയ എന്ന ജില്ലയാണ്. ഇനി നമുക്ക് നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും താരതമ്യം
ചെയ്യാം. അതായത് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. അധ്യക്ഷൻ ആരാണെന്ന് നോക്കാം. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാ? പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷനും പ്രധാനമന്ത്രിയാണ്. അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിൻ്റെ പ്രധാനമന്ത്രി, ആസൂത്രണ കമ്മീഷൻ്റെ പ്രധാനമന്ത്രി തന്നെയാണ്. ഭരണസമിതി എങ്ങനെയാണെന്ന് നോക്കാം. നീതി ആയോഗിലെ ഗവേണിംഗ് കൗൺസിൽ ഏതൊക്കെയുണ്ട്? ഗവേണിംഗ് കൗൺസിലിൽ പ്രധാനമന്ത്രി ഉണ്ടാവും, മുഖ്യമന്ത്രിയും ഉണ്ടാവും, ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ടാവും, പ്രത്യേക ക്ഷണിതാക്കളുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആസൂത്രണ കമ്മീഷനിൽ ആരൊക്കെ നോക്കാം. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, അതായത് പ്രധാനമന്ത്രി ഉണ്ടാവും, കേന്ദ്ര മന്ത്രിസഭ, മുഖ്യമന്ത്രിമാർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികൾ, അതേപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി ഉണ്ടാവും, കേന്ദ്ര മന്ത്രിസഭ, പിന്നെ മുഖ്യമന്ത്രിമാരുണ്ടാവും, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികൾ, അതേപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങളും ഉണ്ടാവും. ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് എങ്ങനെ നോക്കാം. നീതി ആയോഗ് പ്രധാനമന്ത്രിയാണ് ഉപാധ്യക്ഷനെ നിയമിക്കുന്നത്. ഉപാധ്യക്ഷനെ നീതി ആയോഗിൽ എങ്ങനെയാണ്? പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നത്. ആസൂത്രണ കമ്മീഷനിൽ എങ്ങനെയായിരുന്നു? ക്യാബിനറ്റ് കൂടിയിട്ടാണ്. ക്യാബിനറ്റ് വഴിയാണ് എന്ത് ഉപാധ്യക്ഷനെ തീരുമാനിക്കുന്നത്. അനൗദ്യോഗിക അംഗങ്ങൾ എങ്ങനെയെങ്കിലും നോക്കാം. നീതി ആയോഗിൽ കേന്ദ്ര മന്ത്രിസഭയും ആസൂത്രണ കമ്മീഷൻ എന്തോ ആസൂത്രണ മന്ത്രിയാണ് നിയമിക്കുന്നത്. അനൗദ്യോഗിക അംഗങ്ങളെ നിയമിക്കുന്നത് നീതി ആയോഗിൽ കേന്ദ്ര മന്ത്രിസഭയും അതേപോലെ തന്നെ ആസൂത്രണ കമ്മീഷനിൽ ആസൂത്രണ മന്ത്രിയും കൂടെ ആണ് നിയമിക്കുന്നത്. ഓഫീസ് മാനേജ്മെന്റ് എങ്ങനെ നോക്കാം. നീതി ആയോഗിൽ ആരാണ്? സിഇഒ ആണ് ഓഫീസ് മാനേജ്മെന്റിൽ നീതി ആയോഗിന്റെ തീരുമാനിക്കുന്നത്. അതേപോലെ ആസൂത്രണ കമ്മീഷൻ ആരാ? ആസൂത്രണ സെക്രട്ടറിയാണ് നിയമിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. നീതി ആയോഗിന്റെ സൃഷ്ടിക്ക് കാരണമായ 2 ഹബ്ബുകളാണ് ഉള്ളത്. ടീം ഇന്ത്യ ഹബ്ബ്, നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. ഏതൊക്കെയാണ്? ടീം ഇന്ത്യ ഹബ്ബും അതേപോലെ തന്നെ നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബും. നീതി ആയോഗിൽ ലഫ്റ്റനന്റ് ഗവർണർമാർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, പുതുച്ചേരി. അവിടേക്ക് മുഖ്യമന്ത്രിമാരൊക്കെ ആയി. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് 2015 ഫെബ്രുവരി 8 എന്നാണ് നീതി ആയോഗ് വരുന്നത്. 2015 ജനുവരി 1 എന്ത് നീതി ആയോഗ് വരുന്നത്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നായിരുന്നു. നീതി ആയോഗിൻ്റെ ആദ്യത്തെ സമ്മേളനം എന്നറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നായിരുന്നു. 2022-23 ലക്ഷ്യമാക്കി നീതി ആയോഗ് ഇന്ത്യക്ക് വേണ്ടി പുറത്തിറക്കിയ പദ്ധതിയാണ് ദ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? നീതി ആയോഗാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷനും എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇനി നീതി ആയോഗിൻ്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെ നോക്കാം. നമ്മൾ പറഞ്ഞു, ഒന്നുകൂടി ഒറ്റയടിക്ക് ഒന്ന് നോക്കാം. എല്ലാ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ നമ്മൾ നേരത്തെ പറഞ്ഞു. കേന്ദ്ര പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, പിന്നെ സ്ഥിര അംഗങ്ങളുണ്ടാവും, അനൗദ്യോഗിക അംഗങ്ങളുണ്ട്, പ്രത്യേകത ക്ഷണിതാക്കളുണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. ഇത്രയും പേരാണ് നമ്മുടെ ഭരണസമിതി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഓടിച്ച് പറഞ്ഞതാണ്. അടുത്തത് നീതി ആയോഗിൻ്റെ 10 പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. നമ്മുടെ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെ നോക്കാം. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ സഹകരണം, അതായത് ഫെഡറൽ മനോഭാവം വളർത്തുക. എന്താണ്? സംസ്ഥാനങ്ങളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം എന്തിലുണ്ടാവും? നമ്മുടെ നീതി ആയോഗിലുണ്ടാവും. ഗ്രാമങ്ങളിൽ അനുയോജ്യമായ പദ്ധതികൾ രൂപീവൽക്കരിക്കുക, അതേപോലെ തന്നെ മേൽത്തട്ടിൽ വെച്ച് കൂട്ടിച്ചേർക്കുക. എന്നതാണ് നമുക്ക് ഗ്രാമങ്ങളിൽ എന്തൊക്കെ വികസന പദ്ധതികൾ ചെയ്യാൻ പറ്റും നമ്മുടെ സംസ്ഥാനങ്ങളോട് ചോദിച്ചിട്ടാണ് നമ്മൾ നീതി ആയോഗ് ചെയ്യുന്നത്. സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലങ്ങൾ ലഭിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. എന്താണ്? സാമ്പത്തിക വളർച്ച ഗുണത്തിന് തീരെ ലഭിക്കാത്ത വിഭാഗങ്ങളുണ്ടെങ്കിൽ ആ വിഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ എന്തായിരുന്നു നീതി ആയോഗിൻ്റെ ലക്ഷ്യമായിരുന്നു. ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള സാമ്പത്തിക പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നും നീതിയുടെ ലക്ഷ്യമായിരുന്നു. നവീന ആശയങ്ങൾ ക്രിയാത്മക പ്രോത്സാഹനം നൽകുക. എന്താണ്? പുതിയതായിട്ടുള്ള വരുന്ന ആശയങ്ങൾക്ക് കൊടുക്കുക, എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുക. വിവിധ വിഷയങ്ങളിലെ ദേശീയ അന്തർദേശീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. എന്താണ്? എല്ലാ വിഷയങ്ങളിലും ദേശീയ അന്തർദേശീയ പങ്കാളിത്തം ലഭിക്കുക എന്നാണ്. അറിവ്, വിജ്ഞാനം, നവീന ആശയങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങിയവയെ പിന്തുണയ്ക്കാൻ സ്ഥിരം സംവിധാനം രൂപീകരിക്കുക. എന്താണ്? അറിവ്, വിജ്ഞാനം, അതേപോലെ തന്നെ നവീന ആശയങ്ങൾ, സംരംഭങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക എന്നായിരുന്നു നീതി ആയോഗിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വ്യത്യസ്ത മേഖലകൾ തമ്മിലും
വിവിധ വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിനായി വേദിയൊരുക്കുക. എന്താണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നീതി ആയോഗിൽ വന്നിട്ട് തീർക്കുക എന്നൊരു ലക്ഷ്യം കൂടെ നമുക്ക് നീതി ആയോഗിനുണ്ടായിരുന്നു. ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി ഗവേഷണ സംരംഭം ഒരുക്കുക എന്നാണ്. ഭരണത്തിനുള്ള എന്തെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും വരണമെങ്കിൽ അപ്പോൾ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് ഗവേഷണ സംരംഭം ഒരുക്കുക എന്ന രീതിയിൽ. സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിൽ പ്രത്യേകത ഊന്നൽ നൽകുക എന്നാണ്. സാങ്കേതിക വിദ്യ, അതായത് IT ഫീൽഡൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക എന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇത്രയാണ് നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ, സ്റ്റേറ്റ്മെൻ്റ് ആയാലും അതിൻ്റെ വർഷങ്ങളായാലും 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. നീതി ആയോഗ് നിലവിൽ വന്നതും പിന്നെ നീതി ആയോഗിൻ്റെ ആദ്യത്തെ സമ്മേളനം എന്ന രീതിയിലും ഈ 2 ഇയറും നിങ്ങൾ മെയിനായിട്ട് നോക്കുക. അതേപോലെ തന്നെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആരൊക്കെയാണ് അംഗങ്ങൾ, അതേപോലെ തന്നെ ആരൊക്കെയാണ് CEO, ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ സമയത്തുള്ള നീതി ആയോഗിലെ CEOയും അതേപോലെ തന്നെ ഉപാധ്യക്ഷനൊക്കെ നോക്കി വെക്കേണ്ടതാണ്. ഇതന്നെ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് തെറ്റും, മാർക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ PSC പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ അംഗീകരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.